പ്രവാസിയായ നമ്പി രാജേഷിന്റെ മരണം അത് പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പെട്ടെന്നുള്ള സമരം, അതിനെ തുടർന്ന് ഒരു നോക്ക് കുടുംബത്തിന് പോലും ഒരു നോക്ക് കാണാൻ കഴിയാതെ വിട പറഞ്ഞുപോയ നമ്പി രാജേഷ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനിക്കെതിരെ ഉയർന്നു വന്നിരുന്നതും ആ വിഷയത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യം ആലോചിക്കാമെന്നൊക്കെ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നതുമൊക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുകയാണ്. നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇക്കാര്യം അറിയിച്ച് കുടുംബത്തിന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. മരണത്തിന് ഉത്തരവാദി വിമാന കമ്പനിയല്ല എന്നുള്ളതാണ് അവരുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ന്യായീകരണം. MG പ്രദേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രദേശ്, സഹായം നൽകണം, വിമാന കമ്പനി ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആവശ്യം കുടുംബം ഉയർത്തിയതാണ്. ആ വിമാന കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ പ്രതിഷേധം തണുപ്പിക്കാനാണോ എന്നറിയില്ല, ഇങ്ങനെയൊരു പരിശോധിക്കാം, അതിനുശേഷം തീരുമാനിക്കാം എന്നൊരു മറുപടി അന്ന് വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്ന് കമ്പനി അറിയിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? കുടുംബം അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? റീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസി നമ്പി രാജേഷിന്റെ മരണം ഏറെ വേദന ഉണ്ടാക്കിയതായിരുന്നു. ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെയാണ് നമ്പി രാജേഷ് മടങ്ങിയത്. കുടുംബത്തെ കാണണമെന്നൊരു ആഗ്രഹം നടപ്പായിരുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കായിരുന്നു ഈ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചത്. ഈ മരണത്തിന് പിന്നാലെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം എയർ ഇന്ത്യ എക്സ്പ്രസിന് കത്ത് നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കത്ത് പരിശോധിച്ചു വരികയാണെന്നും ആ നടപടികൾ നടന്നു വരുന്നുണ്ട് എന്നതുമായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ നിലവിൽ നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പുതുതായി എയർ ഇന്ത്യ എക്സ്പ്രസ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്ന കാര്യം. നഷ്ടപരിഹാരം നൽകാൻ ആകില്ല എന്നറിയിച്ച് നമ്പി രാജേഷിന്റെ കുടുംബത്തിനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല എന്നതാണ് ഈ വിശദീകരണത്തിൽ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ മിന്നൽ പണിമുടക്കിനെ തുടർന്നായിരുന്നു നമ്പി രാജേഷിന്റെ ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയാതിരുന്നതും നമ്പി രാജേഷിന് കാണാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നമ്പി രാജേഷ് മരണപ്പെടുകയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തത്. അന്ന് നമ്പി രാജേഷിന്റെ മൃതദേഹം ഉൾപ്പെടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിൽ എത്തിച്ചായിരുന്നു പ്രതിഷേധിച്ചത്. തുടർന്ന് ഈ സർക്കാർ ഉൾപ്പെടെ സഹായം അഭ്യർത്ഥിച്ച് കുടുംബം സർക്കാരിനെയും സമീപിച്ചിരുന്നു. പക്ഷേ ഒരു ഇടത്തു നിന്നും ഒരു അനുകൂല നടപടി കുടുംബത്തിന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇപ്പോൾ ഒടുവിൽ എയർ ഇന്ത്യ എക്സ്പ്രസും ഈ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, ശരി. പ്രവാസി നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്ന് വിമാന കമ്പനി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുകയാണ്. ഇനി തുടർന്ന് ഏത് തരത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കുടുംബം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.